പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരുമായും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് ഈ നോമ്പിൻ്റെ 5-ാം ദിവസം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിനീത ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് അങ്ങയുമായി ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കട്ടെ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വേദഭാഗം മത്തായി 6:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. മത്തായി 6:9 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: This then is how you should pray. Our Father in heaven, may your holy name be honored. അതിനാൽ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. യേശു എങ്ങനെയാണ് ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ആരംഭിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ 2 വാക്കുകൾ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന ബന്ധം വെളിപ്പെടുത്തുന്നു. ഇതിലൂടെ അവൻ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ അബ്ബ ആകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യാൻ യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നു. ദൈവം വെറുമൊരു സൃഷ്ടാവോ കഠിനമായ ന്യായാധിപനോ അല്ല, മറിച്ച് നമുക്ക് വേണ്ടി ആഴമായി കരുതുന്ന സ്നേഹവാനായ പിതാവാണ്. ഒരു കുട്ടി തങ്ങളുടെ ഭൗമിക പിതാവിനെ സമീപിക്കുന്ന അതേ അടുപ്പത്തോടും കൂടി ദൈവത്തെ സമീപിക്കാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവുമായി ഉറ്റ ബന്ധം ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം നമ്മുടെ എല്ലാ പോരാട്ടങ്ങളും സംശയങ്ങളും ഭയങ്ങളും കൊണ്ട് നമുക്ക് അവൻ്റെ അടുക്കൽ വരാമെന്നാണ്. അവൻ നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അവനെ പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവവുമായി ഒരു ഉച്ചബന്ധം വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമം നടത്താം. നമുക്ക് പതിവായി പ്രാർത്ഥിക്കാം. നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ടും അവനെ കൂടുതൽ സ്നേഹിക്കാനും ആഴത്തിൽ അറിയുവാനും പൂർണ്ണമായി അനുസരിക്കാനും നമുക്ക് ശ്രമിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.